ഞാൻ പാൽഗോവ ഉണ്ടാക്കി വേറെന്തോ ഒരു സംഭവമാണെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെന്താ പേരെന്ന് എനിക്കറിയില്ല. പേര് നിങ്ങൾക്ക് തീരുമാനിക്കട്ടോ. അപ്പോൾ ഷാമോൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ പാൽഗോവ ഇന്ന് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. പഞ്ചസാരയും ഏലക്കയും ആദ്യം തന്നെ ഒന്ന് പൊടിച്ച് വെച്ച്, പിന്നെ പാലിലേക്ക് പാൽപ്പൊടിയും അതേപോലെ തന്നെ നമ്മളെ പഞ്ചസാരയും ഏലക്കയും പൊടിച്ചതും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സാക്കി കുറുക്കിയെടുത്താൽ പാൽഗോവ ആവും. കുറച്ച് നെയ്യും കൂടി ലാസ്റ്റ് ചേർക്കണം കേട്ടോ. ഞാൻ കണ്ട വീഡിയോയിൽ അവർ പറഞ്ഞത് അങ്ങനെയാണ് കേട്ടോ. അവർ പറഞ്ഞതല്ല, ഞാൻ കണ്ടത് കേട്ടോ. അതായത് അവർ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് നമ്മളെ ഈ കുക്കിംഗ് ചെയ്യണ കാണിക്കുമല്ലോ, അങ്ങനത്തെ വീഡിയോ നോക്കിയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് അളവൊന്നും വലിയ പിടുത്തല്ലായിരുന്നു. അങ്ങനെ ഞാൻ പാൽഗോവ കുറുക്കി നോക്കിയിട്ടും അത് കുറുകണില്ല. അത് അതേ രീതിയിൽ പാലിൽ വെള്ളം കലക്കണ പോലെ തന്നെ മിക്സായി നിൽക്കണോണ്ട് ഞാൻ കുറച്ച് കോൺഫ്ലവർ ആണ്ട് മിക്സ് ചെയ്ത്. അപ്പോൾ ദാ ഇതേപോലെ കട്ടിയായിടോ. പിന്നെ കട്ടിയായപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? ഇത് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. എന്തായാലും ചടങ്ങ് പ്രകാരം ഇതിൽ നെയ്യ് ചേർത്തുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യും കൂടി ചെയ്ത് നന്നായിട്ട് മിക്സാക്കി. പിന്നെ അതിൽ അതിൽ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്തു. നമ്മളൊരു പാത്രത്തിലേക്ക് ഇതങ്ങോട്ട് കൊട്ടിയിട്ട് നന്നായിട്ട് പരത്തി കൊടുത്ത്, പിന്നെ ഇത് 2 മണിക്കൂർ അല്ല 1.5 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്ത്. ഇന്ന് ഫുള്ള് പാൽഗോവയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആട്ടോ. ഈ വീഡിയോയും മിസ്റ്റേക്കാണ്, ഞാൻ പറയണതും മിസ്റ്റേക്കാണ്, എല്ലാം മിസ്റ്റേക്കാണ്. പിന്നെ അങ്ങനെ തന്നെ അവിടെ എടുക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഇതിനെ തട്ടിയും മുട്ടിയും കിടത്തിയും ഒക്കെ ഞാൻ നോക്കി. പിന്നെയും എൻ്റെ ഇടവും വലവും ഒക്കെ ചേർത്ത് പിന്നെയും തട്ടി. നോ ചാൻസ്, ഇതിങ്ങോട്ട് പുറത്തേക്ക് വരണില്ല. പിന്നെന്താ ഇതിൽ വിലങ്ങും തലങ്ങുമായിട്ട് ഞാൻ അങ്ങോട്ട് കോടിട്ട് വരച്ച് ഇനിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്തായാലും ആ വര വെറുതായില്ല. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു സംഭവത്തിനെ ഇതിൽ നിന്ന് എടുക്കാൻ കിട്ടി. ഇത് പാൽഗോവയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. പാൽഗോവ അല്ലാന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇതിന് വേറെ എന്ത് പേരിടണമെന്ന് ചോദിച്ചാൽ അതറിയില്ല. അപ്പോൾ ഇതാ സംഭവം ഓക്കെയാണ് കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പാലും പാൽപ്പൊടിയും അല്ലേ, പിന്നെ ടേസ്റ്റ് ഇല്ലാതിരിക്കുമോ? എന്തായാലും ഇത് ഞങ്ങൾ തിന്ന് പാത്രം കാലിയാക്കിയിട്ടുണ്ട്. ഈ സംഭവത്തിന് എന്തായാലും പേര് നിങ്ങൾക്ക് അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.